റംബൂട്ടാൻ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി കർഷകർ, ശാസ്ത്രജ്ഞർ, കയറ്റുമതിക്കാർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റംബൂട്ടാൻ കോൺക്ലേവ് കൂത്താട്ടുകുളത്ത് സംഘടിപ്പിച്ചു. റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മൂല്യവർദ്ധനവിലും കയറ്റുമതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൊച്ചി റംബൂട്ടാൻ കോൺക്ലേവ് കൂത്താട്ടുകുളത്ത് നടന്നു. റംബൂട്ടാൻ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനായി കർഷകർ, ശാസ്ത്രജ്ഞർ, കയറ്റുമതിക്കാർ, നയരൂപകർത്താക്കൾ എന്നിവരെ ഒന്നിപ്പിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും ലാഭകരമായ പൂന്തോട്ട പരിപാലന സംരംഭങ്ങളിലൊന്നായി റംബൂട്ടാൻ കൃഷി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ, മൂല്യവർദ്ധനവ്, ബ്രാൻഡിംഗ്, വിപണി വികസനം, കയറ്റുമതി അവസരങ്ങൾ എന്നിവയിലൂടെ വിളമൂല്യ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു കോൺക്ലേവിന്റെ ലക്ഷ്യം. റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലായി റംബൂട്ടാൻ കൃഷി ഏകദേശം 25,000 ഏക്കറിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് അസോസിയേഷൻ പറയുന്നു. കർഷകർക്ക് ഏക്കറിന് 4 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഉൽപാദനം ഏകദേശം 1 ലക്ഷം ടണ്ണാണെന്ന് കണക്കാക്കപ്പെടുന്നു. വരും വർഷങ്ങളിൽ ഉൽപാദനം ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. നൂതന കൃഷിരീതികൾ, മെച്ചപ്പെട്ട ഇനങ്ങൾ, വിളപരിപാലനം, കീടരോഗ നിയന്ത്രണം, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെഷനുകൾ കോൺക്ലേവിൽ നടന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കർഷകരെ സംയോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു ആശയ വിനിമയത്തിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് വളരെ അഭിനന്ദനീയമായ ഒന്നാണ്. ഈ റംബൂട്ടാൻ ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ഈ ഒരു മേഖലയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വളരെ പരിമിതമാണ്. എന്നാൽ വരും കാലങ്ങളിൽ ഇതിന്റെ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായ കൃഷി രീതികളെ കൂടുതൽ എത്തിക്കാൻ സാധിക്കുക, ഇതിൻ്റെ വിപണി കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയുക, അങ്ങനെ അനവധി ഇടപെടലുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇന്നത്തെ ക്ലാസ്സിലും പൊതുവായി പ്രതിപാദിച്ചതൊക്കെ പോലെ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഏതാനും വർഷങ്ങളായി റംബൂട്ടാൻ കൃഷി നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട്. അതിന് കൂടുതൽ വ്യാപകമായ നിലയിൽ കാണാൻ കഴിയുന്നുണ്ട്. റബ്ബറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇന്ന് ഉണ്ട്. അത് സാമാന്യ നിലയിൽ വരുമാനവും കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിയുമ്പോൾ അതിൻ്റെ വിലയിലും പലപ്പോഴും കുറവ് വരുന്നു, അല്ലെങ്കിൽ കർഷകർക്ക് കിട്ടുന്ന വിലയിൽ കുറവ് വരുന്ന സാഹചര്യം ഇവിടെയും സംജാതമാവുന്നു. അവിടെ കേന്ദ്രീകൃതമായ ഒരു ഇടപെടൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ആ ഒരു മേഖലയിൽ ഒരു പ്രൈസ് ഫിക്സേഷൻ കർഷകർക്ക് ഒരു കൃത്യമായ വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. റംബൂട്ടാൻ ആൻഡ് മാംഗോസ്റ്റീൻ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MC സാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷിമന്ത്രി T സിദ്ദിഖ്, N പ്രശാന്ത് IAS എന്നിവർ ഓൺലൈനിൽ ആശംസകൾ അറിയിച്ചു. റംബൂട്ടാൻ കൃഷിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മേഖലയ്ക്ക് പിന്തുണ നൽകിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി ലിൻഡോ വർഗീസ്, ട്രഷറർ ബേബി പയ്യപ്പള്ളി, വൈസ് പ്രസിഡന്റ് റോയ് ജോസഫ്, സുബിൻ ജോസഫ്, ജിന്നറ്റ് മാത്യു എന്നിവരാണ് കോൺക്ലേവിന് നേതൃത്വം നൽകിയത്.